അങ്ങനെ നമ്മൾ ദിങ്ബോച്ചയിലേക്കുള്ള 10-12 കിലോമീറ്ററിൻ്റെ രണ്ടാമത്തെ പാട്ടാട്ടോ ഈ വീഡിയോയിൽ. ഉയരം കൂടുന്തോറും നമ്മുടെ മുന്നിൽ കിട്ടുന്ന കാഴ്ചകൾ അതുപോലെ സൗന്ദര്യമുള്ള കേട്ടോ. ഒരുപാട് അടിപൊളി ലൊക്കേഷൻസ് കാണാൻ പറ്റും. ഇതുപോലെയുള്ള പഴയ ബുദ്ധിസ്റ്റ് സ്തൂപങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും ഈ റൂട്ടിൽ. ഇപ്പോൾ കുറച്ച് വെയിൽ കാര്യമെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. വലിയ കുഴപ്പമില്ല, അതുകൊണ്ട് തണുപ്പ് കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ട്. ഇത് പാങ്ബോച്ചെ എന്ന് പറയുന്നൊരു വില്ലേജാണ്. നമ്മൾ പോകുന്ന വഴിയിൽ കിട്ടുന്നൊരു വില്ലേജാണ്. ഏകദേശം 3906 മീറ്റർ എബോ സീ ലെവലാണ് ഈ വില്ലേജുള്ളത് കേട്ടോ. അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് തന്നെ ഇത് ഇവിടുത്തെ മരത്തിലൊക്കെ ഇങ്ങനെ ഐസൊക്കെ കട്ട പിടിച്ച് കാണാം. ഇത് ഇവിടുത്തെ ഒരു വെള്ളമെല്ലാം ചൂടാക്കാൻ ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് കേട്ടോ. റിഫ്ലക്ഷൻ വഴി ചൂടാകുന്ന ഒരു സെറ്റപ്പ്. സൊമാരി എന്ന് പറഞ്ഞൊരു ചെറിയൊരു വില്ലേജാണ്. അവിടെ നിന്ന് നമ്മൾ സ്റ്റോപ്പ് ആക്കിയിട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ലഞ്ച് കഴിച്ചിട്ട് കുറച്ചും കൂടെ പോകാനുണ്ട്. 4 കിലോമീറ്റർ കൂടെ കയറാനുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ നമ്മൾ വന്ന വഴിയൊക്കെ കാണാൻ പറ്റും കേട്ടോ. അടിപൊളി രസമാണ് കാണാൻ. ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന നല്ലൊരു വാലിയിലെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുക. ഇപ്പം നമ്മളുള്ളത് 4145 മീറ്റർ എബോ കേട്ടോ. ചുര എന്ന് പറയുന്ന ചെറിയൊരു വില്ലേജും അതുപോലെയുള്ള ഇവിടെ കുറേ യാക്കുകളൊക്കെ വളർത്തുന്നൊരു സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഒടുവിൽ നമ്മളത് ഡിങ്ബോച്ചെ എന്ന് പറയുന്ന അടുത്ത സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്റ്റേ ലൊക്കേഷൻ. ഗ്രാമത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഈ പഴയൊരു സ്തൂപവും അതുപോലെ കാറ്റത്ത് പറന്ന് നടക്കുന്ന ഫ്ലാഗും കാണാൻ പറ്റും കേട്ടോ. ഈ ചെറിയൊരു ഗ്രാമമാണ് ദിങ്ബോച്ചെ. അങ്ങനെ പതിവ് പോലെ തന്നെ നമ്മളിതാ ഇവിടെ റെസ്റ്റോറൻറ്റിൽ ചായയൊക്കെ കുടിച്ച് ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചോട്ടോ. അതിനുശേഷം എല്ലാവരും കൂടി ഇവനൊക്കെ കളിച്ച് ഇങ്ങനെ സമയം കളഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ദിവസത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. Bye.